നമസ്കാരം. UGC നെറ്റ് മലയാളം ക്വാളിഫിക്കേഷൻ നേടി കോളേജ് തലത്തിലെ മലയാളം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRFോട് കൂടി നെറ്റ് ക്വാളിഫൈ ചെയ്ത് നല്ല ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഏത് വിഭാഗത്തിലാണെങ്കിലും ഇരു കൂട്ടർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 UGC നെറ്റ് മലയാളം പരീക്ഷ കഴിഞ്ഞു അല്ലെ? ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞു. ക്രോസ് ചെക്ക് ചെയ്തോ നിങ്ങള്? പരീക്ഷയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആൻസർ കീ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയും വന്നു. അധികം വൈകാതെ തന്നെ നമുക്ക് റിസൾട്ടും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിക്കാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും ഒരു 6 കാറ്റഗറി ആയിട്ട് ഞാൻ തിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഇതിപ്പോ എന്തിനാണ് ഈ ഒരു കാറ്റഗറി ഒക്കെ ആയിട്ട് തിരിക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ പോകുന്നവരാണ് നിങ്ങളെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ കാറ്റഗറി ആദ്യമായിട്ട് നെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്. ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും കാണുന്നുണ്ടായിരിക്കാം. PG ഒക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ PG സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കടന്നിട്ടുള്ളവരെ ഉണ്ടായിരിക്കാം. എന്താണ് നെറ്റ് പരീക്ഷ എന്ന് അറിയില്ല, എന്തൊക്കെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, സിലബസ് എന്താണെന്ന് അറിയില്ല. ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവര് ഈ വീഡിയോ കാണുന്നവരിലെ ഉണ്ടായിരിക്കാം. പേടിക്കേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. രണ്ടാമത്തെ കാറ്റഗറി കുറച്ച് നാളുകളിലായിട്ട് 1-2 തവണയായിട്ട് നെറ്റ് പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവര്, കൃത്യമായിട്ട് ആ പഠനത്തിന്റെ പരീക്ഷയുടെ ട്രാക്കിലേക്ക് വീഴാത്തവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് പരീക്ഷ എഴുതി അതിനുശേഷം വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ടായിരിക്കാം. അവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? 2025 ജൂണിൽ നടന്ന പരീക്ഷ എഴുതി കഴിഞ്ഞവരാണ്. അവരിൽ തന്നെ ആൻസർ കീ ക്രോസ് ചെക്ക് ചെയ്യാത്ത കുറച്ച് കൂട്ടരുണ്ടായിരിക്കാം. ക്രോസ് ചെക്ക് ചെയ്യാൻ ടീച്ചർ എനിക്ക് പേടിയാവും, എനിക്ക് ടെൻഷൻ കൂടും, ഞാൻ തെറ്റിച്ചല്ലോ എന്ന് ഓർക്കും. നെറ്റ് റിസൾട്ട് വരുമ്പോൾ നോക്കിയാൽ മതി. ആ വിഭാഗത്തിൽ പെടുന്നവർ തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അടുത്ത കാറ്റഗറി എന്താണെന്ന് അറിയോ? കൃത്യമായി പരീക്ഷ എഴുതി ആൻസർ കീ വന്ന് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് UGCയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ആൻസർ കീയുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി കൃത്യമായിട്ട് നമുക്ക് കിട്ടിയ സ്കോർ എത്രയാണ് എന്ന് മനസ്സിലാക്കിയവരുണ്ടായിരിക്കാം. ആ കൂട്ടത്തിൽ പെടുന്നവരും ഇതിലുണ്ടായിരിക്കാം. ഇനി ആ കൂട്ടത്തിൽ പെടുന്നവരിൽ തന്നെ 3 വിഭാഗക്കാരുണ്ട്. ടീച്ചറെ, പരീക്ഷ ഒട്ടും എനിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ PhD ഓൺലൈനിലേക്കോ നെറ്റിലേക്കോ JRFിലേക്കോ ഞാൻ എത്തിയിട്ടില്ല. ആ വിഭാഗത്തിൽ പെടുന്നവരുണ്ടായിരിക്കാം. PhD ഓൺലി അഡ്മിഷൻ കിട്ടും ടീച്ചറെ. കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് പരീക്ഷയുടെ സ്കോറായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം PhD അഡ്മിഷൻ കിട്ടും. അതല്ലെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടും, സ്കോർ ഉണ്ട് ടീച്ചറെ. ജസ്റ്റ് മാർക്കിനാണ് ഞാൻ പോയത്, JRFിലേക്ക് എത്താതെ പോയത്. ഈ കാറ്റഗറിയിൽ, ഈ 3 കാറ്റഗറിയിൽ പെടുന്നവരും ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എങ്കിലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം അല്ലെ? ഇനി അടുത്ത പരീക്ഷ എന്താണ് വരുന്നത്? 2025 ഡിസംബറിലാണ് അടുത്ത പരീക്ഷ നമുക്ക് വരുന്നത്. കൃത്യമായിട്ട് JRFോട് കൂടി തന്നെ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടില്ലേ? ഉണ്ട്. അത് നമ്മുടെ ആവശ്യമാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കോളേജ് തലത്തിൽ അധ്യാപകരാകാനായിട്ട് പറ്റും. JRFോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നല്ല ഫെലോഷിപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ PhD തീസിസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി PhD അഡ്മിഷൻ ഓൺലി നേടുകയാണ് എങ്കിൽ നമുക്ക് ആ സ്കോർ വെച്ചിട്ട് വിവിധ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് PhD അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ 2025 വരുന്ന ഡിസംബർ സൈക്കിളിലെ നെറ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്തേ പറ്റൂ. ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ളവരാണ് എങ്കിൽ അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വേണ്ടിയിട്ടുള്ളവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ എപ്പോൾ പഠിക്കുമ്പോഴും മുമ്പ് നടന്ന പരീക്ഷയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് താരതമ്യം ചെയ്യപ്പെടുത്തണം. എങ്ങനെയാണ് പരീക്ഷ വന്നിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു, ചോദ്യങ്ങളുടെ നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സിലബസ്
പഠിക്കണം. 10 ഇതളുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എന്താണ്, പഠനം മാത്രമല്ല റിവിഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷനോടൊപ്പം മുൻകാല ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്യുകയും വേണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2025 ജൂണിൽ നടന്ന പരീക്ഷ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? 2025 ഡിസംബർ സൈക്കിളിലേക്കുള്ള UGC നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ട് 2025 ജൂൺ മാസത്തിൽ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പാറ്റേണിലെ മലയാളം പേപ്പറിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്, മാറ്റം എന്താണ് എന്നുള്ളതും ആവർത്തനം എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം എന്നീ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യം നമ്മൾ ചെയ്യുന്നത് 2025 ജൂണിൽ നടന്ന പരീക്ഷയുടെ ഒരു അവലോകനമാണ്. അപ്പൊ അതിലേക്ക് കടന്നാലോ? ഒറ്റ വാക്കിലെ 2025 ജൂണിൽ നടന്ന മലയാളം പരീക്ഷ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ലളിതം മലയാളം. എങ്ങനെയുള്ളവർക്ക്? കൃത്യമായി സിലബസ് അനുസരിച്ച് പഠിച്ച് മുൻകാല ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്ത് റിവിഷൻ ചെയ്തവർക്ക് തീർച്ചയായും ഉയർന്ന മാർക്കോട് കൂടി തന്നെ JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പരീക്ഷയാണ് 2025 ജൂൺ മാസത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2025 ജൂൺ മാസത്തിൽ നടന്ന UGC നെറ്റ് മലയാളം പരീക്ഷയെ പൊതുവായിട്ട് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അത്തരത്തിലുള്ള ഒരു പൊതു അവലോകനത്തിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സിലബസിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം UGC നെറ്റ് മലയാളം പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് 10 ഇതളുകൾ 10 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 10 ഇതളുകളിലൂടെയും കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞുപോയത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ആവർത്തന ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയിലും ഉണ്ടാകുന്നത് പോലെ ചോദ്യങ്ങളുടെ ആവർത്തനം ഇപ്രാവശ്യവും ധാരാളമായിട്ട് നമുക്ക് പരീക്ഷയിൽ കാണാനായിട്ട് സാധിക്കും. 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്, മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ളതും വളരെയധികം ആവർത്തിച്ചു വരുന്നതുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എത്രയോ നെറ്റ് പരീക്ഷകളിൽ ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. നമ്മുടെ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലെ കഥകളിയെ കുറിച്ചും ആട്ടക്കഥയെ കുറിച്ച് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള മാരത്തൺ ക്ലാസ്സുകളിലും ഈ ചോദ്യം നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ I+ന്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ തന്നെ ആ ചോദ്യം വേഗത്തിൽ എന്താണ് ക്വിക്കായിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കഥകളി വാദ്യം എന്നുള്ള ചോദ്യം എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെൺമണി കവിതകളുടെ സവിശേഷതകൾ ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് ആവർത്തന ചോദ്യ വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്ന കൃതികളാണ്. അതുപോലെ തന്നെ കാലഗണനാ ക്രമത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ആശാന്റെ കവിതകളുടെ ക്രമം ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്. മുകുന്ദന്റെ നോവലുകളുടെ ക്രമം അതും എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ ചരിത്ര സംഭവങ്ങളുടെ പൂർവോത്തര ക്രമം, അതായത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹവും കേരള ചരിത്രം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ കാലഗണനാ ക്രമം, ആ ചോദ്യവും എന്താണ് ആവർത്തന ചോദ്യത്തിന്റെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കവിതകളുമായി വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഒരുവിധം 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3 ചോദ്യവും റിപ്പീറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കവിതയുടെ വരികൾ തന്നിട്ട് കവി ആര് എന്ന രീതിയിൽ വന്നിട്ടുള്ള ചോദ്യം അതെന്താണ് ഏറ്റവും എളുപ്പത്തിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ വിമർശനം എടുക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ചില കൃതികൾ, ആ കൃതികൾ ആശയം വരുന്ന അല്ലെങ്കിൽ ആ കൃതികൾ ഉൾക്കൊള്ളുന്ന നിരൂപണ ഗ്രന്ഥം ഏത്, അത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും എന്താണ് സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ സർസിപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ ഏതാണ്, റാണിയുടെ പട്ടി എന്നുള്ള കഥ, M. ഗോവിന്ദന്റെ കഥ. നവോത്ഥാന കഥകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്. മുൻകാല ചോദ്യപേപ്പറുകളിൽ ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യവുമാണ്. ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടിട്ട് സുലളിത പദവിന്യാസ എന്നുള്ള ചോദ്യം അതും എന്താണ് റിപ്പീറ്റേഷൻ
ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശാസനങ്ങളുടെ എന്താണ് ക്രമം എന്നുള്ള ചോദ്യം, അതും എന്താണ് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കല്യാണ സാരി എന്നുള്ള നാടകം ആരുടേതാണ് എന്നുള്ള ചോദ്യം, ഖണ്ഡന വിമർശനം ആണ് വിമർശനം എന്ന് അഴീക്കോട് വന്നിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതും എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തില് ധാരാളം ആവർത്തന ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത പരീക്ഷയ്ക്കും ആവർത്തന ചോദ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. എന്താ വെച്ചാൽ തൊട്ട് മുമ്പത്തെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതല്ല പറയുന്നത്, മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സിലബസിലെ പൊതു അവലോകനത്തിലെ അടുത്തത് വരുന്ന കാറ്റഗറിയാണ് ഏത്, കാലഗണനാക്രമം അല്ലെങ്കിൽ ഗണം ക്രമം എന്ന മേഖല. ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നടക്കുന്ന UGC നെറ്റ് പരീക്ഷകളുടെ എന്താണ് കുത്തകയാണ് കാലഗണനാക്രമം പ്രസിദ്ധീകരിച്ച വർഷം എന്നുള്ളത് അല്ലെ. ഇപ്രാവശ്യവും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആശാൻ കൃതികളുടെ കാലഗണനാക്രമം ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുകുന്ദന്റെ നോവലുകളുടെ കാലഗണനാക്രമം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാറപ്പുറത്തിന്റെ നോവലുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഗണം തിരഞ്ഞെടുക്കുക, ആ രീതിയിൽ ഗണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ പുരുഷാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അശനം, വിനോദം, വഞ്ചനം, രാജസേവ. അപ്പൊ പുരുഷാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അതിന്റെ ഗണം മാത്രം തിരഞ്ഞെടുക്കുക എന്ന ചോദ്യവും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും ഒരുപോലെ എന്ത് വന്നിട്ടുണ്ട്, ഗണം മാത്രം ഉൾക്കൊള്ളുന്ന ഗണം എന്ന രീതിയിലുള്ള ചോദ്യം. അതുപോലെ ആത്മകഥകൾ, അതൊരു ആവർത്തന ചോദ്യം കൂടിയാണ്, കാലഗണനാക്രമത്തിൽ വന്നിട്ടുള്ളതാണ്. ആത്മകഥകൾ തന്നിട്ട് അതെന്താണ് പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ട് ക്രമപ്പെടുത്തുക എന്ന രീതിയിൽ. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഉത്തരാധുനിക കൃതികളുടെ കാലഗണനാക്രമം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നിവയെ മുൻനിർത്തി 8 മുതൽ 10 വരെ ചോദ്യങ്ങൾ ഇപ്രാവശ്യമുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വ്യാകരണവും ഭാഷാശാസ്ത്രവും ഒരു 5 ചോദ്യം വരും, അത്രേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്ത് വിട്ടുപോയിട്ടുള്ളവരാണ് എങ്കിൽ എന്ത് പറയാം, 8 × 8 16ന്റെ പണി കിട്ടി എന്ന് നമുക്ക് പറയാം. കാരണം ഈ 2 വിഭാഗത്തിൽ നിന്ന് 8 മുതൽ 10 വരെ ചോദ്യങ്ങൾ നമുക്ക് എന്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റും, നമ്മുടെ ചോദ്യപേപ്പറിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ പരീക്ഷകളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ പരീക്ഷകളിൽ വന്നിട്ടുള്ള ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ പുതിയൊരു പാറ്റേൺ, പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഉത്തരാധുനിക കൃതികൾ അല്ലെ. ഉത്തരാധുനിക കൃതികളുടെ കാലക്രമം ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ആധുനിക കൃതികൾ, കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലുകളാണെങ്കിലും ആധുനിക കഥകൾ അല്ലെങ്കിൽ ആധുനിക കൃതികൾ വരെയുള്ള ഭാഗങ്ങളായി ചോദിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉത്തരാധുനിക കൃതികളും ഏതാണ് കാലഗണനാക്രമത്തിൽ ഉൾപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ആര് ആരോട് പറഞ്ഞത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, നോവലിലെയും നാടകത്തിലെയും സംഭാഷണങ്ങളാണ് എങ്കിലും അതുപോലെ തന്നെ ആട്ടക്കഥയിലെ സംഭാഷണങ്ങൾ, സാധാരണയായിട്ട് നളചരിതത്തിലെ സംഭാഷണങ്ങളെ അങ്ങനെ ചോദിക്കുള്ളൂ, ഇതര ആട്ടക്കഥയിലെ സംഭാഷണങ്ങൾ ചോദിക്കില്ല. പക്ഷെ ഇവിടെയും ആര് ആരോട് പറഞ്ഞത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ മേലത്തെ തൊലി ഉരിയാം എന്നാലും ഞാൻ ബ്ലൗസ് ഊരില്ല, ഏത് നാടകം ആരുടെ സംഭാഷണം. ഈ കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. യോഗക്ഷേമ നാടകങ്ങളിലെ ഋതുമതിയിലെ ദേവകി പറയുന്ന ഒരു എന്താണ് സംഭാഷണമാണ് അത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നിവാദ കവച കാലകേയത്തെ മുൻനിർത്തി വന്നിട്ടുള്ള ചോദ്യവും ഇത്തരത്തിലെ ആരുടെ സംഭാഷണം എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. നളചരിതത്തെ മുൻനിർത്തി അരികിൽ വന്നു നിന്നതരന്ത വിമതം എന്ന് തുടങ്ങുന്ന വരി ആരോട് പറയുന്നതാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അത് പുഷ്കരൻ കലിദ്വാപരന്മാരോട് പറയുന്നതാണ്. അതുപോലെ തന്നെ നിവാദ കവച കാലകേയ വധത്തിലുള്ള ഒരു ചോദ്യം, അത് ഇത്ര നാളും അങ്ങനെയല്ല ഒരു ക്വസ്റ്റ്യൻ വരാറ്, പക്ഷെ അതൊന്ന് മാറ്റി ചിന്തിച്ച പോലെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നിവാദ കവച കാലകേയവുമായി പെട്ടെന്ന് എനിക്ക് ആ ചോദ്യം കിട്ടുന്നില്ല. ഉർവശിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നിവാദ കവച കാലകേയ വധത്തിലെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം സുലളിത പദവിന്യാസ, പെട്ടെന്ന് കിട്ടിട്ടോ, സുലളിത പദവിന്യാസ എന്ന് തുടങ്ങുന്ന ഭാഗം കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥയിലെ ഭാഗമാണ് അല്ലെ. അത് ആരുടെ സംഭാഷണമാണ് എന്ന രീതിയിലാണ് ചോദ്യം വന്നത്. അപ്പോൾ ആര് ആരോട് പറഞ്ഞത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്രാവശ്യം ധാരാളമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മേഖല വ്യക്തികൾ, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്, നമ്മുടെ 10ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്തും കലയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ, അവർ ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നു എന്ന രീതിയിലാണ് വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം എന്താണ്, ക്വസ്റ്റ്യന്റെ പാറ്റേണില് നല്ല മാറ്റം അവിടെ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാന
പ്രധാനപ്പെട്ട മേഖലയിലുള്ള വ്യക്തികളുടെ പേര് തന്നിട്ട് അവർ ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതായത് മലയാളം കമ്പ്യൂട്ടിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ്, ഛായാഗ്രഹണം, ബുക്ക് കവർ ഡിസൈനിങ്, ഈ മേഖലയിൽ നിന്നുള്ളവരുമായിട്ടാണ് ഇപ്രാവശ്യം മേഖലാ വ്യക്തികൾ എന്ന വിഭാഗത്തിലെ ചോദ്യം വന്നിട്ടുള്ളത്. അതുപോലെ പാശ്ചാത്യം പൗരസ്ത്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് അല്ലെ. പൗരസ്ത്യം നമ്മളെ അധികം കുഴക്കിയിട്ടില്ല, കാരണം സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ പാശ്ചാത്യ സൈദ്ധാന്തികന്മാരുടെ ജീവിത കാലഘടനാക്രമം ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് പൗരസ്ത്യ സൈദ്ധാന്തികരുടെ ഭാമഹൻ, ദണ്ഡി, കുന്തകൻ, ആനന്ദവർദ്ധനൻ അവരുടെ കാലഗണനാക്രമം മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്രാവശ്യം പാശ്ചാത്യ സൈദ്ധാന്തികരുടെ കാലഗണനാക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാശ്ചാത്യ കൃതികൾ രചയിതാക്കൾ എന്ന മേഖലയിലും കുറച്ച് ഡീപ്പായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഡീപ്പായിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണ് എങ്കിൽ നോവൽ വിവർത്തനത്തിന് ചോദ്യം റിപ്പീറ്റേഷനിൽ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരുന്ന ഒരു പാറ്റേണിലല്ല ഇപ്രാവശ്യം കണ്ടത്. കുറച്ച് നമ്മളത് പഠിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. ദേശീയ അവാർഡ് കിട്ടിയ സിനിമകളുടെ ഗണം കാലക്രമത്തിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആദ്യത്തെ സിനിമ ഏതാണ്, രണ്ടാമത്തെ സിനിമ ഏതാണ് എന്നറിയുന്ന ഒരാൾക്ക് അത് എളുപ്പമായിരിക്കും. അപ്പോഴും എല്ലാവർക്കും ഡൗട്ടും വരും, എന്താണ് നീലക്കുയിലിനാണോ ആദ്യം അവാർഡ് കിട്ടിയത്, ചെമ്മീനിനാണോ ആദ്യം അവാർഡ് കിട്ടിയത് എന്ന് ഡൗട്ട് വരും. ആ ഒരു ഡൗട്ട് തീർന്നവർക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് കിട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നീലക്കുയില്, ചെമ്മീൻ, നിർമ്മാല്യം, ചിദംബരം, പിറവി എന്നുള്ള ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് അറിവുള്ളവരെ ആയിരിക്കണം. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, പുത്തൂരം പാട്ടുകളുടെ സാംസ്കാരിക രാഷ്ട്രീയ കാലാവസ്ഥകളിലേക്ക് മാക്ബത്തിന്റെ ദുരന്ത ദുശങ്ക പുനഃസന്നിവേശിപ്പിച്ച ജയരാജന്റെ സിനിമ എന്താണ്? വീരം എന്നുള്ള സിനിമയാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ സ്ഥലം എന്ന പാരിസ്ഥിതിക സിനിമ രചന അല്ലെങ്കിൽ അതിന്റെ സംവിധായകൻ ആരാണെന്നോ രചന എന്താണെന്നോ അത്തരത്തിലെ കവിയൂർ ശിവപ്രസാദ് ആണ് അതിന്റെ ആൻസർ. അത്തരത്തിലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ സിനിമയിൽ നിന്നുള്ള ചോദ്യവും എന്താണ്, കുറച്ച് ഡീപ്പായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ 2025 ജൂൺ മാസത്തിൽ നടന്ന പരീക്ഷയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആവർത്തന മേഖലകൾ പൊതുവായിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ നോക്കിയത്. പുതിയ ചോദ്യ മേഖലകള്, പുതിയ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഡീപ്പായിട്ട് വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ നിലവിലെ പാറ്റേൺ എന്താണ്, ചോദിച്ചിട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പഠിക്കാനായിട്ട്. അപ്പൊ 2025 ഡിസംബർ സൈക്കിളിലേക്ക് എന്ത് പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസും വന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്, 2025 ഡിസംബർ സൈക്കിളിലുള്ള നെറ്റ് പരീക്ഷ JRFോട് കൂടി ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഈ മാറി വരുന്ന പാറ്റേണുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന പാറ്റേണുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് പഠിക്കണം, സിലബസ് പഠിക്കണം. സിലബസിനെ എങ്ങനെ പഠിക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കൃത്യമായി പഠനവും ഒപ്പം തന്നെ റിവിഷനും കഴിയണം. റിവിഷനോടൊപ്പം എന്ത് വേണം, മുൻകാല ചോദ്യങ്ങൾ, ആവർത്തന ചോദ്യങ്ങൾ റിവൈസ് വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സിലബസ് പ്രകാരം എത്ര മൊഡ്യൂളുകൾ അല്ലെങ്കിൽ എത്ര ഇതളുകൾ, യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ? നമുക്ക് 10 ഇതളുകൾ അല്ലെങ്കിൽ 10 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷാ പേപ്പറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ 10 ഇതളുകളിലെ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചോദ്യം വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ 10 യൂണിറ്റുകളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകും. നമുക്ക് തുടങ്ങിയാലോ? ഇതളൊന്ന് മലയാള സാഹിത്യം പ്രാരംഭം. അപ്പോ നമ്മുടെ നെറ്റ് സിലബസിന്റെ പ്രത്യേകത എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ, 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് പിടിക്കണം? പ്രാചീന കൃതികൾ തൊട്ട് പിടിക്കണം. വേണ്ടേ? മണിപ്രവാളം, പാട്ടുകൃതികള്, രാമചരിതം, തിരുനിഴൽമാല, നിരണം കൃതികള്, ചമ്പുകാവ്യങ്ങള്, സന്ദേശകാവ്യങ്ങള്, ഗാഥ, കിളിപ്പാട്ട്, തുള്ളല്, വടക്കമ്പാട്ട്, തെക്കമ്പാട്ട്, ഇത്തരത്തിലുള്ള പ്രാചീന കൃതികള് 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ കളരി, വെൺമണി പ്രസ്ഥാനം, മഹാകാവ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഏത് മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുന്ന ഭാഗത്ത്. ഇവിടെയും ആവർത്തന ചോദ്യങ്ങൾ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ പ്രാവശ്യവും എന്താണ് രാമചരിതത്തിൽ നിന്നും തിരുനിഴൽമാലയിൽ നിന്നും ചോദ്യം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതായത് 2024 പരീക്ഷയ്ക്ക് ഉണ്ടായി, 25 പരീക്ഷയ്ക്ക് റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നു. കുറുമൂർ പിള്ളയെ പരാമർശിക്കുന്ന പാട്ടുകൃതി ഏതാണ് ആ പാട്ടുകൃതി? തിരുനിഴൽമാലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ വരി തന്നിട്ട് കൃതി ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യം ഊനമറ്ററിവെനിക്ക് വന്നുദിക്കും വണ്ണമേ എന്ന് തുടങ്ങുന്ന വരി തന്നിട്ട് ഇത് ഏതിലേതാണ്? രാമചരിതത്തിലെ വരികളാണ്. അതുപോലെ വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഇത് വെൺമണി കവികളുടെ പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ പറയുന്ന ചോദ്യം. ആ ചോദ്യം റിപ്പീറ്റേഷൻ ആണ്. ഈ ചോദ്യം ഇതേപോലെ തന്നെ മുൻപും വന്നിട്ടുണ്ട്. അതുപോലെ ശാസനങ്ങളുടെ പ്രസിദ്ധീകരണ ക്രമം അല്ലെങ്കിൽ പ്രസിദ്ധീകരണമല്ല, ശാസനങ്ങൾ പുറപ്പെടുവിച്ച ക്രമവുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എഴുത്തച്ഛന്റെ കൃതികൾ തന്നിട്ട് വരി തന്നിട്ട് ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും വരി തന്നിട്ടുള്ളതാണ്. ഏത് കൃതിയിലെ വരികളാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. ഏതിലേതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എഴുത്തച്ഛന്റെ വരികളാണിത് അല്ലെ. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ വരികൾ തന്നിട്ടുണ്ടായിരുന്നു. വരികളല്ല, ഇങ്ങനെയാണ് ചോദ്യം വന്നത്. മാർത്താണ്ഡവർമ്മ പ്രശസ്തിയോടുകൂടി ആരംഭിക്കുന്ന കാവ്യം ഏത് എന്നായിരുന്നു ചോദ്യം. അതേതാണ്? അത് കുചേലവൃത്തമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രാചീന കൃതികളുമായി ബന്ധപ്പെട്ടിട്ട് മാച്ച് ദി ഫോളോയിങ് ഉണ്ടായിരുന്നു. അംബരീഷോപാഖ്യാനം, ഉണ്ണിയച്ചി ചരിതം, ആശ്ചര്യ ചൂടാമണി, രുക്മണി സ്വയംവരം. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതികളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു ചോദ്യം. അപ്പൊ നമുക്കറിയാം അംബരീഷോപാഖ്യാനം ഭാഷാ ഗദ്യകൃതിയാണ്. അച്ചി ചരിതങ്ങൾ പഠിച്ചു. അച്ചി ചിരിദേവി ആടി എന്നുള്ള കോഡാണ് പഠിപ്പിച്ചത് അല്ലെ മക്കളെ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരിദേവി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം ചമ്പൂകൃതികളാണ്. ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രന്റെ നാടകമാണ്. രുക്മണി സ്വയംവരം എന്താണ്? തുള്ളൽ കൃതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതളൊന്നുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട പ്രാചീന കൃതികൾ ഏതൊക്കെയാണ്? അവ ആരാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്? ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? അത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതികളാണ്? തുടങ്ങിയ കാര്യങ്ങളെല്ലാതും തന്നെ ഇതളൊന്നുമായി ബന്ധപ്പെട്ടിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ കൃതികളെ മുൻനിർത്തിക്കൊണ്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ അടക്കം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതൾ 2 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിത. ഞാൻ പറയുകയാണ് എങ്കിൽ കവിത ഇപ്രാവശ്യം നമ്മളെ അധികം കുഴപ്പിച്ചിട്ടില്ല. റിപ്പീറ്റേഷൻ കൂടുതലായിട്ട് കവിതയിലെ വന്നിട്ടുണ്ട്. അപ്പൊ മലയാള കവിതയുടെ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഒരു ചോദ്യം പറയാം. ചങ്ങമ്പുഴയുടെ പാടുന്ന പിശാചെ ഒരു ഫാസിസ്റ്റ് കവിതയാണ്. മനുഷ്യ സമുദായത്തിന്റെ എല്ലാ മൂല്യങ്ങളുടെ നേരെയും അദ്ദേഹം ഓളിയിടുന്നു. ഒരു ചോദ്യമാണ് കേട്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആരാണ് അഭിപ്രായപ്പെട്ടത്? VD ഇന്ദുചൂടനാണ് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ റിപ്പീറ്റേഷൻ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ കൂടുതലായിരുന്നു. കൃതികൾ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മഹാകാവ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് വന്നത്. രാമചന്ദ്രവിലാസം, ഉമാകേരളം, ചിത്രയോഗം, വിശ്വദീപം. നമുക്കറിയാവുന്ന പരിചിതമായിട്ടുള്ള കവിതകളല്ലേ ഇതെല്ലാം തന്നെ, മഹാകാവ്യങ്ങളല്ലേ ഇവയെല്ലാം തന്നെ. രാമചന്ദ്രവിലാസം അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റേതാണ്. ഉള്ളൂരിന്റെ ഉമാകേരളം അല്ലെ. ചിത്രയോഗം വള്ളത്തോളിന്റേതാണ്. ആശാൻ നെടുങ്കുതിര കെട്ടിനോടൊക്കെ ഉപമിച്ചിട്ടുള്ള കൃതിയാണ് അല്ലെ. വിശ്വദീപം പുത്തങ്കാവ് മാത്തന്തരകന്റെ കൃതിയാണ്. അപ്പൊ ഇവിടെയും എന്താണ്? റിപ്പീറ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരികൾ തന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതേ ചോദ്യം തന്നെ മൂന്നോ അതിലധികമോ തവണ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. വരി തന്നിട്ട് ഏതാണ് കവി ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യം. നോക്കൂ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ആരുടെ വരിയാണ്? ചെങ്ങമ്പുഴയുടെ വരികയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ് മക്കളെ? വയലാറിന്റെ വരികളാണ്. ഇതേ ചോദ്യം മുൻകാല ചോദ്യ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൽക ശക്തിയിലേക്ക് നമ്മൾ. ഇടശ്ശേരിയുടെ കവിതയാണ് അല്ലെ. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ആരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ്. ഈ വരികൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കും എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉത്തരാധുനിക കവിതയുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുകയാണെങ്കിലും അധികം കുഴപ്പിക്കാതെ നമുക്ക് പരിചിതമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ
സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യനും ഞാൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആശാൻ കൃതികളുടെ പ്രസിദ്ധീകരണ വർഷം എന്നുള്ളത്. വീണപൂവ്, നളിനി, ലീല, ചണ്ടാലഭിഷുകി ഇവയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വള്ളത്തോളിന്റെ കവിതകൾ വരി തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പപ്പോൾ തന്നോട് ചേരും നദികളെ ഉപ്പു പിടിപ്പിക്കയല്ലീ സമുദ്രം എന്നുള്ള വരി അത് ചോദിച്ചിട്ടുണ്ട്. അത് ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെ വരികളാണ്. അപ്പൊ ഇത്തരത്തിലെ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കവിതയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം തന്നിട്ട് കവി ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇതിവൃത്തം തന്നിട്ട് കവിത ഏതാണ് എന്നാണ് ചോദിക്കാറ്. പക്ഷെ ഇവിടെ മാറ്റി പിടിച്ചേക്കാണ്. എന്ത്? കവി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പട്ടാമ്പി പുഴക്കരയിലെ കരിമ്പനകൾ, അത് എം ഗോവിന്ദന്റെ കവിതയിൽ വരുന്ന പരാമർശമാണ്. ആകാശത്ത് ചത്തുകിടക്കുന്ന അച്ഛൻ, കടമനിട്ട കവിതയാണ്. എലികളും മനുഷ്യരും ആരുടെയാണ്? എൻ വി കൃഷ്ണവാര്യരുടെ എലികൾ എന്നുള്ള കവിതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഉരഞ്ഞാൽ മണം വരുന്ന ചന്ദനത്തെ, ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും കവിതയെ മുൻനിർത്തി ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 കഥാസാഹിത്യം എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എങ്കിലും മലയാളത്തിലെ ചെറുകഥ, നോവൽ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാം. അപ്പൊ ഇപ്രാവശ്യം ചെറുകഥയ്ക്കാണെങ്കിലും നോവലിനാണെങ്കിലും ആദ്യകാല കഥകൾക്കാണെങ്കിലും നവോത്ഥാന ആധുനിക കഥകൾക്കാണെങ്കിലും സമകാലിക ഉത്തരാധുനിക കഥകൾക്കാണെങ്കിലും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിലെ നോവലുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യം പറയുന്ന ചോദ്യം അതാണ്. നോവലുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യം ഇപ്രാവശ്യത്തെ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ നോവൽ പ്രസാധനം മുൻനിർത്തിയുള്ള പൂർവോത്തര ക്രമത്തിൽ എന്താണ് രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. നോക്കൂ, നമുക്ക് കുറെ കഥാപാത്രങ്ങളുടെ പേര് തന്നിരിക്കുകയാണ്. വിമല, മീശ, ദാസൻ, ആനി, കുഞ്ഞുണ്ണി എന്നിങ്ങനെ. ഇപ്പൊ വിമല മഞ്ഞിലേതാണ്, കുഞ്ഞുണ്ണി നാലുകെട്ടയിലേതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ. മീശ എന്ന് പറയുന്ന നോവലിൽ ഹരീഷിന്റെ നോവലിലെ കഥാപാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കഥാപാത്രങ്ങള് ഏത് നോവലിലേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, ഈ നോവലിന്റെ പ്രസിദ്ധീകരണ ക്രമം നമ്മൾ, അതായത് പ്രസിദ്ധീകരിച്ച വർഷം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. നോക്കൂ, നോവലിനെ മുൻനിർത്തി വന്നിട്ടുള്ള ഇപ്രാവശ്യത്തെ ഏറ്റവും ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ടഫ് ലെവൽ കുറച്ച് കൂടിയിട്ടുള്ള ഒരു ചോദ്യം ഇതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് എല്ലാവരും തെറ്റിച്ച ഒരു ചോദ്യം, ടീച്ചറെ അശ്രദ്ധ കൊണ്ട് ഞങ്ങൾ തെറ്റിച്ചു പോയി എന്ന് കുട്ടികൾ പറഞ്ഞൊരു ചോദ്യമാണ്. ഉക്കണ്ടക്കുറുപ്പ്, പറങ്ങോടൻ, കോപ്പൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന ആദ്യകാല മലയാള ചെറുകഥ ഏത്? ഇക്കണ്ടക്കുറുപ്പാണ് മക്കളെ വാസന വികൃതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാ? ഉക്കണ്ടക്കുറുപ്പാണ്. ഉളിപിടിച്ച കൈ എന്നുള്ള കഥയിലെ കഥാപാത്രങ്ങളാണ് അവര്. അപ്പോ കൃത്യമായിട്ട് കഥ, നോവൽ എന്നീ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കഥ, നോവല് കൃതി ആരാണ്, രചയിതാവ് ആരാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ ഇതില് താഴെ തന്നിരിക്കുന്നവയിൽ എം മുകുന്ദന്റെ കൃതികളുടെ പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ടുള്ള ക്രമം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പാറപ്പുറത്തിന്റെ നോവലുകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പണിതീരാത്ത വീട്, ആകാശത്തിലെ പറവകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഈ 3 കൃതികളായിരുന്നു തന്നിരിക്കുന്നതിലെ പാറപ്പുറത്തിന്റെ നോവലുകളായിട്ട് വന്നിട്ടുള്ളത്. എം മുകുന്ദന്റെ നോവലുകൾ ഡൽഹി, ആവിലായിലെ സൂര്യോദയം, അയ്യഴിപ്പുഴ, ദൈവത്തിന്റെ വികൃതികൾ, കേശവന്റെ വിലാപങ്ങൾ, ഈ നോവലുകൾ ക്രമമനുസരിച്ചിട്ട് മുകുന്ദനും ആശാനും ഒക്കെ എന്താണ് സ്ഥിര ചോദ്യങ്ങളാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അതെന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ നോക്കൂ, സമകാലിക കഥയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യം, അതിലെ കെനിയാസാനും ഇസ്താംബുളിലും ഈ 2 കഥകൾ ആരുടേതാണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്താണ് ഉത്തരം കിട്ടും അല്ലെ. കെനിയാസാൻ അമലിന്റേതാണ്. ഇസ്താംബുൾ എന്നുള്ള കഥ എഴുതിയത് എസ് ഹരീഷാണ്. പിന്നെ അതിലുള്ള ബാക്കി 2 കഥകള് കാലൊടിഞ്ഞ പുണ്യാളൻ ഷനോജാർ ചന്ദ്രന്റേതാണ്. പെരുമ്പാവൂർ യാത്രി നിവാസ് എന്നുള്ളത് മനോജ് വെങ്കാലയുടെ കഥകളാണ്. അപ്പൊ സമകാലിക കഥകളുമായി ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് നമുക്ക് എന്താണ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് നോവൽ കഥയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്. അതുപോലെ തന്നെ നോവൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം സാധാരണയായിട്ട് ഇപ്പൊ ഒരു 3 കൊല്ലമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണത്. അപ്പൊ വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ. അപ്പൊ ഈ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന മലയാള നോവൽ ഏതാണ്? CV-യുടെ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇപ്രാവശ്യം എന്ത് വന്നിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഇവയെല്ലാമാണ്. അടുത്തത് നോക്കൂ, ദൃശ്യകലയും സാഹിത്യവും.
അപ്പൊ രംഗവേദിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയിട്ടുള്ള സാഹിത്യത്തെ സവിശേഷമായി പ്രതിനിധീകരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ ദൃശ്യകല എന്ന് പറയുമ്പോൾ അവിടെ സിനിമ വരുന്നുണ്ട്, നാടകം വരുന്നുണ്ട്, ഇതര ഡോക്യുമെന്ററി വിഭാഗങ്ങളെല്ലാതും വരുന്നുണ്ട്, കഥകളി വരുന്നുണ്ട്, ആട്ടക്കഥ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാതും ഏതിൽ വരുന്നുണ്ട്? ദൃശ്യകല എന്നതില് വരുന്നുണ്ട്. അപ്പൊ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇപ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഒരു 5 വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. അതുപോലെ കൂടിയാട്ടത്തിന്റെ കാര്യവും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്താണ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പശ്ചാത്തലവാദ്യം അല്ലാത്തത് ഏതെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മിഴാവായിരുന്നു അതിന്റെ ഉത്തരം. കറക്റ്റ് ആയിട്ട് എനിക്ക് ചോദ്യം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോ വന്നത് എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആട്ടക്കഥകളെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. സുലളിത പദവിന്യാസ രുചിലാലങ്കാര ശാലിനി മധുര എന്നുള്ളത് കോട്ടയത്ത് തമ്പുരാന്റെ നിവാദ കവച കാലകേയ വധത്തിലെ വരികളാണിത്. അപ്പൊ ഇത് ഏത് കൃതിയിലെ വരികളാണ് എന്നാണ് സാധാരണ ചോദ്യം വരാറുള്ളത്. ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം വരാറുള്ളത്. പക്ഷേ ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഇത് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ഏറ്റവും വലിയ പാറ്റേൺ ചെയ്ത് എന്ന് പറയുന്നത്. ആരോട് പറഞ്ഞു എന്ന പാറ്റേൺ, ആട്ടക്കഥകളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് നളചരിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോട് പറഞ്ഞു ചോദ്യം വരാറുള്ളത്. പക്ഷെ ഇതര ആട്ടക്കഥയിലേക്ക് വ്യാപിപ്പിക്കുന്ന രീതിയിൽ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നളചരിതത്തിലെ പുഷ്കരൻ കലിദ്വാപരന്മാരോട് പറയുന്ന ഒരു വരിയാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അനോട്ടേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, വരി തന്നിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നാടകവുമായും ബന്ധപ്പെട്ടിട്ട് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാണ്? കഥാപാത്രത്തിന്റെ സംഭാഷണത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആരുടെ സംഭാഷണം? ആരോട് പറയുന്ന സംഭാഷണം? എന്റെ മേലത്തെ തൊലി വിരിയാം എന്നാലും ഞാൻ ബ്ലൗസ് ഊരില്ല. ഏത് നാടകം? ആരുടെ സംഭാഷണം? അതായിരുന്നു ചോദ്യം. ഋതുമതി എന്ന് പറയുന്ന നാടകത്തിലെ യോഗക്ഷേമ നാടകങ്ങളിലെ ഋതുമതിയിലെ ദേവകി പറയുന്ന എന്താണ് സംഭാഷണമാണിത്. അപ്പൊ ആ രീതിയിലും ഇപ്രാവശ്യം എന്ത് വന്നിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ദൃശ്യകലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മക്കളെ. റിപ്പീറ്റേഷൻ ആണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ഫോക്ലോർ നിർവചനം, സിദ്ധാന്തം, സമീപനം, വർഗീകരണം, പരിണാമം എന്നിവയ്ക്ക് പുറമെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും തനത് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ചോദ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്രാവശ്യം ഫോക്ലോറിന്റെ നിർവചനം, സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നാടോടി വിജ്ഞാനീയവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്രാവശ്യവും എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നാടോടി വിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ കല എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തുള്ളലിന്റെ വേഷവിധാനങ്ങൾ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഞ്ചനമ്പ്യാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിലും എന്താണ് ഫോക്ലോറും കലയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇപ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. സർപ്പ, പത്തിമുടി, ചെമന്ന പട്ട്, ഒറ്റക്കാലിൽ ചിലമ്പ്, കച്ചമണി, ഇതൊക്കെ ഏത് തുള്ളലുമായി ബന്ധപ്പെടുന്നതാണ്? പറയൻ തുള്ളലുമായി ബന്ധപ്പെടുന്നതാണ്. പ്രഭാതത്തിൽ അരങ്ങേറുന്നതാണ്. മല്ലികാ വൃത്തമാണ് തുള്ളലിന് ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം അതിൽ നിന്ന് പറയൻ തുള്ളലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്രാവശ്യം അത്തരത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സംഘകളി എപ്പോഴും ചോദിക്കുന്നതാണ്. സംഘകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഇപ്രാവശ്യവും അതേ ചോദ്യം എന്താണ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഘകളിയുടെ മറ്റു പേരുകളാണ് ഇപ്രാവശ്യം എന്തായിട്ട് വന്നത്? ചോദ്യമായിട്ട് വന്നത്. യാത്രാക്കളി, സത്രക്കളി, ചാത്തിരക്കളി, പാനംകളി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത് കലാരൂപം ഏതാണ്? അതേതാണ്? അത് സംഘക്കളിയാണ്. കാളിദാരിക പുരാവൃത്തം അടിസ്ഥാനമാക്കി വരുന്ന നാടൻ കലകൾ നമ്മുടെ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ നാടോടി വിജ്ഞാനീയം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് അല്ലെ. മുടിയേറ്റ്, രുദ്രക്കോല, മുടിയെടുപ്പ് എന്നിവയെല്ലാം തന്നെ കാളിദാരിക പുരാവൃത്തം അടിസ്ഥാനമായി വരുന്ന നാടൻ കലകളാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഇപ്രാവശ്യം നാടോടി വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങള് ഇവയൊക്കെയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചോദ്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
ക്ഷമിക്കുക. ഇനി അടുത്തത് നോക്കൂ, മലയാള നിരൂപണം. മലയാള നിരൂപണത്തിന്റെ ഉൽപ്പത്തി, വികാസം, സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശം. ഇവിടെ ഇപ്രാവശ്യം നമുക്ക് കുറവാണ് ചോദ്യങ്ങൾ. നിരൂപണവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങള് പൊതുവെ കുറവാണ്. കൃതികൾ തന്നിട്ട് ആരുടേതാണ് എന്നുള്ള ചോദ്യം അതെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നത്. ഇസങ്ങൾക്കപ്പുറം എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? അപ്പുറവും ഇപ്പുറവും. അപ്പുറത്ത് ഗുപ്തൻ നായരും ഇപ്പുറത്ത് പി ഗോവിന്ദപിള്ളയുമാണ്. രൂപഭദ്രത അത് മുൻതിരിപ്പനോ പിന്തിരിപ്പനോ എന്നുള്ളത് അത് മുണ്ടശ്ശേരിയുടേതാണ്. അവനെ ക്രൂശിക്ക, ബറാബസിനെ വിട്ടുതരിക, ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, CJ തോമസിന്റേതാണ്. പേനയോ തോക്കോ ആരുടേതാണ്? കേശവദേവിന്റേതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ VD ഇന്ദുചൂടന്റെ ഒരു നിരീക്ഷണം, അത് നമുക്ക് എന്തുമായി കണക്ട് ചെയ്യാം? നിരൂപണവുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വാക്കിലെ സമൂഹം, വാക്കിലെ നേരങ്ങൾ, വാക്കും വാക്കും വാക്കിന്റെ വഴികൾ. നിരൂപണത്തിലെ പഠന ഗ്രന്ഥങ്ങളാണ്. വാക്കിലെ സമൂഹം EV രാമകൃഷ്ണന്റേതാണ്. വാക്കിലെ നേരങ്ങൾ N അജയകുമാറിന്റേതാണ്. വാക്കും വാക്കും ആരുടേതാണ്? VC ശ്രീജന്റേതാണ്. വാക്കിന്റെ വഴികൾ ആരുടേതാണ്? TB വേണുഗോപാല പണിക്കരുടേതാണ്. ഇതെന്താണ്? ഇത് റിപ്പീറ്റേഷൻ ആണ്. ഇത് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാക്കും വാക്കും എന്നതുപോലെ തന്നെ ആധുനികതയുമായി ബന്ധപ്പെടുന്ന ചോദ്യം. ആധുനികതയുടെ കുറ്റസമ്മതം P പവിത്രമാഷിന്റെ കൃതിയാണ്. ആധുനികതയുടെ മധ്യാഹ്നം R നരേന്ദ്രപ്രസാദിന്റേതാണ്. ആധുനികതയുടെ പിന്നാമ്പുറം PP രവീന്ദ്രന്റേതാണ്. എന്താണ് ആധുനികത? ആരുടെ കൃതിയാണ്? M മുകുന്ദന്റെ കൃതിയാണ്. ഇവിടെയും എന്താണ് റിപ്പീറ്റേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞു? കൃതികള് ആരെഴുതി? ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും. മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ. അപ്പോ മറ്റ് സാഹിത്യ വിഭാഗങ്ങളിൽ മലയാളവുമായി ബന്ധപ്പെടുന്ന ഇതര സാഹിത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെയാണ്? ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ എന്താണ് ചോദിച്ചിട്ടുമുണ്ട് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിലെ വന്നൊരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കുള്ള അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ആത്മകഥയുടെ പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ടുള്ള ക്രമം. കഴിഞ്ഞകാലം KP കേശവമേനോൻ, ATD കുഞ്ഞാമൻ, എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി, അടിമ മക്കൾ CK ജാനു, അതുപോലെ കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. ഈ കൃതികൾ തന്നിട്ട് ഇതിന്റെ പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ടുള്ള ക്രമം എഴുതാനാണ് ഇപ്രാവശ്യം എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതര സാഹിത്യ വിഭാഗത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണ്? ഭാഷാശാസ്ത്രവും വ്യാകരണവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ അത് പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇപ്രാവശ്യം സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദൃശ്യകല എന്നുള്ള വിഭാഗത്തിലായിരുന്നു ഞാൻ സിനിമ ഡിസ്കസ് ചെയ്യേണ്ടത്. ഞാൻ സിനിമ വിട്ടുപോയതാണ്. ദേശീയ അവാർഡിന് അർഹമായ മലയാള സിനിമകളുടെ ഗണം മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. പിന്നെ വരി തന്നിട്ട് പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതൽ, എനിക്ക് തോന്നുന്നു അതാണ് വരി. ആ പൈതേവിന്റെ വരികളായിരുന്നു ഇപ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ഥലം എന്ന പരിസ്ഥിതി സിനിമ രചനാ സംവിധാനം ആരാണ് എന്നുള്ളൊരു ചോദ്യം. അത് കവിയൂർ ശിവപ്രസാദിന്റെ സിനിമയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. അത് ദൃശ്യകലയുടെ കീഴിലാണ് വരുന്നത്. ഞാൻ സിനിമ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ്. ഇനി 8 ഭാഷാശാസ്ത്രവും വ്യാകരണവും. ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രവും വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് 8 മുതൽ 10ഓളം ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അത് വലിയൊരു മാറ്റമാണ് കേട്ടോ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അതിൽ ഭാഷാശാസ്ത്രത്തിന് ഫോക്കസ് ചെയ്തിട്ട് കൺഫ്യൂസിങ് ആക്കുന്ന, ഒന്ന് ശ്രദ്ധിച്ച ചോദ്യം വായിച്ച് കയ്യിലുള്ള റഫ് ഷീറ്റിൽ ഒന്ന് എഴുതി നോക്കി എന്താണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടുന്ന രീതിയിലുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. നിശ്വാസവായുവിന്റെ സ്ഥാനഭേദം അനുസരിച്ചിട്ട് വരുന്ന ഓർഡർ നമുക്കറിയാം. കണ്ഠം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഔഷ്ട്യമാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഓർഡർ നമ്മളോട് ഇപ്രാവശ്യം എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര പരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കൂവുക എന്നതുമായി ബന്ധപ്പെടുന്ന ചോദ്യം ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ അനുനാസിക അതിപ്രസരം സംഭവിച്ച രൂപങ്ങൾ കണ്ടുപിടിക്കുക. വന്നു, അലഞ്ഞു. ങ എന്നുള്ളത് നൂ ആകുന്നു. ഞാ എന്നുള്ളതിൽ വരുന്ന മാറ്റങ്ങൾ. നിങ്ങൾ, വന്താൻ, വഞ്ചി, ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അനുനാസിക അതിപ്രസരത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനുനാസിക അതിപ്രസരവുമായി ബന്ധപ്പെടുന്ന
ചോദ്യങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിൻസ്വരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം, പ്രകാരഭേദങ്ങളുടെ ഗണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾ. അപ്പോ ഇത്തരത്തില് നാദികളുടെ ഗണം, താഴെ തന്നിരിക്കുന്നവയിൽ നാദികളുടെ ഗണം തിരഞ്ഞെടുക്കുക. അപ്പൊ ശ്വാസി, നാദി, സ്വനം, രൂപിമം, സ്വതന്ത്ര പരിവർത്തനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷാ പേപ്പറിൽ കൂടുതലായിട്ട് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്, ഒരു സെന്റൻസ് തന്നിട്ട് ഇതിലുള്ള വ്യാകരണ സവിശേഷതകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. പറഞ്ഞുപോയ വാക്ക് പിൻവലിക്കാൻ കഴിയില്ല, ഇതായിരുന്നു ഇപ്രാവശ്യം തന്നിട്ടുള്ള സെന്റൻസ്. ഇതിൽ വ്യാകരണ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞത് ഏതാണ്? പേരച്ചവും വിനയച്ചവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വ്യാകരണ സവിശേഷതകളായിട്ട് ഉള്ളത്. പിന്നെ മകാരം, താൻ, അനുസ്വാരം, സ്വരം ചേർത്താൽ തെളിഞ്ഞിടും, അതിന് ബാധകമല്ലാത്ത പദങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒന്നാണത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഭാഷാശാസ്ത്രവും വ്യാകരണം അത് സ്കിപ്പ് ചെയ്തു പോയവർക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം 8 മുതൽ 10 ചോദ്യങ്ങൾ ഭാഷാശാസ്ത്രത്തെയും വ്യാകരണത്തെയും മുൻനിർത്തി വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവുമാണ് പാശ്ചാത്യ പൗരസ്ത്യവുമായി ബന്ധപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങൾ. അപ്പൊ പൗരസ്ത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തില് ഗുണീഭൂത വ്യക്യം ഏതാണ് എന്നുള്ള ചോദ്യമാണ്. ഗുണീഭൂത വ്യക്യം എന്നാൽ എന്താണ്? വ്യക്യം വാച്യത്തിന് അംഗമാവുക എന്നുള്ളതാണ് ഉത്തരം. പിന്നെ വിശിഷ്ട പദരചനാ രീതി വാമനന്റേതാണ്, വാക്യം രസാത്മക കാവ്യം വിശ്വനാഥന്റേതാണ്. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനി ഇതായിരുന്നു പൗരസ്ത്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. പെട്ടെന്ന് ഓർമ്മ വരുന്ന ചോദ്യങ്ങൾ പറയുന്നതാണ്. പാശ്ചാത്യവുമായി ബന്ധപ്പെട്ടത് ഇപ്രാവശ്യം ഇന്ത്യൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് കൃതി തന്നിട്ട് ആ കൃതി ആരുമായി ബന്ധപ്പെടുന്ന കൃതിയാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ ആ കൃതിയൊക്കെ എന്താണ്, വളരെ ഡീപ്പായിട്ടുള്ള കൃതികളായിരുന്നു ഇപ്രാവശ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് ഏത് പാശ്ചാത്യരായിട്ടുള്ള സൈദ്ധാന്തികരുടെ കൃതിയാണ് എന്നുള്ള ചോദ്യം ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് ആ ചോദ്യം വന്നത്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അത് പരിചിതമാണ്. സാധാരണയായിട്ട് എലിയറ്റിനെയും മാത്യു അർണോൾഡിനെയും ഐ.എ. റിച്ചാർഡ്സിനെയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്രാവശ്യം വന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൃതിയുടെ അബോധം അൽത്തൂസറിന്റേതാണ്, ഗ്രന്ഥകാരന്റെ മരണം റൊണാൾഡ് ബാർത്തിന്റേതാണ്, രാഷ്ട്രീയ അബോധം ഫ്രെഡറിക് ജെയിംസിന്റേതാണ്, ഉരകൽ സിദ്ധാന്തം മാത്യു അർണോൾഡിന്റേതാണ്. സ്ഥിരം പാറ്റേണിലുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ഇത് മാത്രമായിരുന്നു. പക്ഷേ സൈദ്ധാന്തികരുടെ ജീവിതകാലം, പൗരസ്ത്യവുമായി ബന്ധപ്പെട്ടിട്ട് വാമഹൻ, ദണ്ഡി എന്നിവരുടെ ജീവിതകാലം മുൻനിർത്തിയുള്ള കാലഗണനാക്രമം മുൻകാല ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. പാശ്ചാത്യരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നിക്കോളോസ് മാക്കിയവെല്ലി, റെനെ ദെക്കാർത്ത്, ഇമാനുവൽ കാന്റ്, ഫ്രോയിഡ്, ലോറ മൾവി എന്നിവരുടെ പേരുകളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്താണ്, ജീവിതകാലം അനുസരിച്ചിട്ടുള്ള ഘടം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഗണനാക്രമമാണ്, കാലഗണനാക്രമമാണ് തന്നിട്ടുണ്ടായിരുന്നത്. താഴെ തന്നിരിക്കുന്ന ഇസങ്ങളിലെ ആദ്യം വന്നത് ഏത്, രണ്ടാമത് വന്നത് ഏത്? അപ്പൊ നമുക്കത് ചോദ്യം വായിച്ചാൽ തന്നെ മനസ്സിലാകും. നിയോ ക്ലാസിസ് ആണ് ആദ്യത്തേത്, പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റൊമാൻറ്റിസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് റിയലിസം വരുന്നത്, റിയലിസം കഴിഞ്ഞിട്ടാണ് സർ റിയലിസം വരുന്നത്, ഏറ്റവും അവസാനമാണ് ഇത് സ്ട്രക്ചറലിസം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം, കൃതികൾ തന്നിട്ട് ഇതാരുടെ കൃതികളാണ് എന്ന് ചോദിക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യനും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ അത് കാണുന്നില്ല. യെസ്, കിട്ടി. ദി റോ ആൻഡ് ദി ലുക്ഡ്, അത് ലെവിസ്ട്രോസിന്റെ കൃതിയാണ്. ദി മോർഫോളജി ഓഫ് ദി ഫോക്കലേജ് വ്ളാദിമിർ പ്രോപ്പിന്റെ കൃതിയാണ്. ദി ഗോൾഡൻ ഗ്ലോ ജോർജ് ഫ്രേസറിന്റെ കൃതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സാധാരണയായിട്ട് വരാറില്ല. ഈ ചോദ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഇതൾ 10 കേരള സംസ്കാരം റിപ്പീറ്റ് ആണ്. വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം, വില്ലുവണ്ടി സമരം. ഇതിന്റെ പ്രസിദ്ധീകരണ വർഷം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളുടെ പൂർവോത്തരക്രമം എന്താണ്, അടയാളപ്പെടുത്തുക എന്ന രീതിയിലാണ് ചോദ്യം വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതെ, ഇത് എപ്പോഴും ചോദിക്കുന്ന എന്താണ് ഒരു ചോദ്യ പാറ്റേൺ ആയിരുന്നു. ഇതായിരുന്നു കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. പിന്നെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം ഇപ്രാവശ്യം കണ്ടത് പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ മേഖലകളാണ്. സാധാരണ ഈ ഒരു ചോദ്യം വരാറുള്ളത്
കലാ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ടിട്ട് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അതിനൊരു വ്യത്യസ്തതയുണ്ട്. ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയോ? ഒന്ന് കാവ്യ മനോഹറാണ്, മലയാളം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സമീറ സതീഷാണ്, ഈ പേര് പിന്നെയും പലർക്കും പരിചിതമായിരിക്കും, അത് മലയാള സിനിമയിലെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. ഗിരീഷ് ഗംഗാധരൻ, ആ പേരും നമുക്കറിയായിരിക്കും, സിനിമ ഛായാഗ്രഹണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സൈനുൽ ആബിദ്, അദ്ദേഹം ഒരു ബുക്ക് കവർ ഡിസൈനർ ആണ്. അപ്പൊ ഇത് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാന വ്യക്തികളും അവരുടെ മേഖലകളും എന്ന വിഭാഗത്തിൽ നിന്ന് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചില ഏരിയാസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടാകും, എങ്കിലും സിലബസുമായി ബന്ധപ്പെട്ടിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ഓരോ ഇതളുകളെ മുൻനിർത്തിയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതൾ 9 എങ്കിൽ സാധാരണയായിട്ട് സിദ്ധാന്തം ആരുടേതാണ്, വക്താവ് ആരുടേതാണ്, കാവ്യ നിർവചനം അദ്ദേഹം കൊടുത്തത് ഏതാണ്, ആരാണ് അത്തരത്തിൽ പറഞ്ഞത്, പ്രധാനപ്പെട്ട കൃതി ഏത്, കർത്താവ് ഏത്, ഈ കാര്യങ്ങളാണ് പൗരസ്ത്യവുമായിട്ടാണെങ്കിലും പാശ്ചാത്യമായിട്ടാണെങ്കിലും സാധാരണയായിട്ട് ചോദിക്കുന്നത്. ആ പാറ്റേൺ ഇപ്രാവശ്യം കുറവായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാലഗണനയുമായി ബന്ധപ്പെടുന്ന പാറ്റേൺ ആണ് ഇപ്രാവശ്യം വന്നത്. കേരള സംസ്കാരത്തിൽ നിന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും കേരളത്തിലെ റിവോൾട്ട്സ്, കലാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇപ്രാവശ്യം വന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം കേരള നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 10 ഇതളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കൃത്യമായി നോട്ട് എഴുതി മുൻകാല ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് JRF നെറ്റ് എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. 2025 ജൂണിൽ നടന്ന പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലായി. ഈ പരീക്ഷയുടെ പൊതുവായിട്ടുള്ള ഒരു അവലോകനം നോക്കി, ആവർത്തന ചോദ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കി, അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. നെറ്റ് UGC നെറ്റ് മലയാളം സിലബസുമായി ബന്ധപ്പെട്ടിട്ട് 10 മൊഡ്യൂളുകളെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ പരീക്ഷയെ അവലോകനം ചെയ്യുകയും നമ്മൾ ചെയ്തു, അല്ലെ? അപ്പൊ മുന്നോട്ടുള്ള ജേണിയില്, അതായത് 2025 ഡിസംബർ സൈക്കിളിലെ നെറ്റ് പരീക്ഷ JRFോട് കൂടിയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ I+ ടീമിന്റെ ലളിതം മലയാളം ഗ്രൂപ്പ് നിങ്ങളോടൊപ്പം ഉണ്ട്. UGC നെറ്റ് മലയാളം, HST മലയാളം, കേരള സെറ്റ് മലയാളം, കേഡറ്റ് കാറ്റഗറി 3 മലയാളം കോഴ്സുകൾ നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്പെഷ്യൽ ലൈവ് ബാച്ച്, സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന നിരന്തരമായിട്ട് ലൈവ് എക്സാമുകൾ നടത്തുന്ന സ്പെഷ്യൽ ലൈവ് ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് സിലബസിന് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ, നോട്ടുകൾ, ഓരോ ടോപ്പിക്കുകളും കഴിയുമ്പോഴുള്ള ടെസ്റ്റുകള്, യൂണിറ്റ് ടെസ്റ്റുകള്, ഫൈനൽ ടെസ്റ്റുകള്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസുകൾ അടക്കം അടങ്ങുന്ന കോഴ്സിലൂടെ കൃത്യമായും ചിട്ടയായും റിവിഷനോടും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് JRF കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ മോക്ക് ക്ലാസ്സുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. JRF എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ബാക്ക് ബോൺ സപ്പോർട്ട്, ഒരു പിന്തുണ, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെയിൽസ് ടീം അവൈലബിൾ ആണ്. കൃത്യമായിട്ട് മോക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.